സഹോദരീ സഹോദരന്മാരെ, നവകേരളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങൾ, സംസ്ഥാനം ഇന്ന് എത്തി നിൽക്കുന്ന നില, തുടർന്ന് നാം സ്വീകരിക്കേണ്ട നടപടികൾ, അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നാം സ്വീകരിക്കുന്ന നടപടികളെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയുടെ പ്രാധാന്യം പൂർണ്ണമായി കഴിഞ്ഞ നവംബർ 18 മുതൽ എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങൾ വലിയ തോതിലാണ് ഈ പരിപാടിയുടെ ഭാഗമായി മാറുന്നത്. ഓരോ പരിപാടിയിലും കാണുന്നത് പതിനായിരങ്ങളുടെ സാന്നിധ്യമാണ്. അതോടൊപ്പം വലിയ തോതിലുള്ള എല്ലാ തലങ്ങളിലുമുള്ള ജനങ്ങൾ, പ്രായവ്യത്യാസമില്ലാതെ ഞങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് സൈഡിൽ ഞങ്ങളെ കാത്തുനിന്ന് നിങ്ങളോടൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകുന്ന അഭിവാദ്യങ്ങളും ആശീർവാദങ്ങളും അർപ്പിക്കുന്ന കാഴ്ച ആവേശകരമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഒരു പരിപാടിയിൽ നിന്ന് മറ്റൊരു പരിപാടി സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നതായി കാണുന്നത്. ഇതിനുള്ള മറ്റൊരു പ്രത്യേകത, ഇതേതെങ്കിലും തരത്തിൽ പ്ലാൻ ചെയ്ത് നടപ്പാക്കപ്പെടുന്ന ഒന്നല്ല എന്നുള്ളതാണ്. ജനം പൂർണ്ണമായി നെഞ്ചേറ്റിയ ഒരു പരിപാടിയായി ഇത് മാറിയിരിക്കുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാടിൻ്റെ ഭാവി തകർന്നു പോകുമോ എന്ന ആശങ്കയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനിടയായത്. എന്നാൽ ഒരു ശക്തിക്കും നാടിനെ തകർക്കാനാവില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത്. നല്ല ഒരുമയോടെയും ഐക്യത്തോടെയുമുള്ള ജനത, അങ്ങനെയൊരു ജനതയുള്ള നാടിനെ ഒരു ശക്തിക്കും തകർക്കാനാവില്ല. എല്ലാ പ്രതിസന്ധിയെയും ആ നാട് അതിജീവിച്ച് വരിക തന്നെ ചെയ്യും. ഈ പരിപാടി എല്ലാവരും കൂടി നടത്തണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ കേരളമാകെ ഒരു ഭേദചിന്തയുമില്ലാതെ നാടിൻ്റെ സംരക്ഷണത്തിന് രംഗത്തിറങ്ങേണ്ട ഘട്ടമാണിത്. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഇത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു.
UDFും അതിൻ്റെ പിന്നാലെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസും UDFും എന്തിനാണ് ബഹിഷ്കരിച്ചത് എന്ന് ഇന്നേ വരെ അവർക്ക് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതിനെ അപകീർത്തിപ്പെടുത്താൻ എന്തെല്ലാം വിളിച്ചു പറയാമോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൊതുവെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തള്ളിപ്പോയ ആരോപണങ്ങൾ ഒരടിസ്ഥാനവുമില്ല എന്ന് കണ്ട് കോടതിയടക്കം തള്ളിയ ആരോപണങ്ങൾ ഇപ്പം ചിലർ ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ്. വില കുറഞ്ഞ അത്തരം ആരോപണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ നൽകുക. കാരണം അവർക്കും ഈ പരിപാടികൾ ഇങ്ങനെ മെച്ചപ്പെടുന്നതിനോട് വലിയ യോജിപ്പില്ല. അപ്പോൾ മറ്റു തരത്തിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് എന്നാണ് അത്തരം മാധ്യമങ്ങൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെയുള്ള തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നതായി കാണാൻ സാധിക്കും. തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കതൊരു പ്രമുഖ വിഷയമല്ല. പക്ഷേ നാടിൻ്റെ മുന്നിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ വീതിയും ആഴവും കൂട്ടിയതിൽ എന്തോ ദുരുദ്ദേശമുണ്ട് എന്നിപ്പോൾ പറഞ്ഞാൽ അതൊരു ചെറിയ സമയം നിലനിൽക്കുമെങ്കിൽ അത്രത്തോളം ഇരിക്കട്ടെ എന്നാണ് ഈ പറഞ്ഞ മാധ്യമങ്ങളിൽ ചിലത് കരുതുന്നത്. ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പ്രശ്നം എല്ലാവർക്കും ഒന്ന് ഓർമ്മിച്ചാൽ കൃത്യമായി ഓർമ്മയിൽ വരുന്ന കാര്യമാണ്. നമ്മുടെ കടൽ നിരപ്പിന് താഴെ നിൽക്കുന്ന പ്രദേശമാണ് പമ്പാ നദീതടത്തിൻ്റെ ഭാഗമായ കുട്ടനാട് മേഖല. ലോകത്ത് ജലപ്രദേശങ്ങൾ മാത്രമേ ആ തരത്തിലുള്ളൂ. അതിലൊന്ന് നമ്മുടെ കുട്ടനാട് മേഖലയാണ്. അപ്പോൾ മഴക്കാലം വരുമ്പോൾ മണിമല, മീനച്ചിൽ, അച്ചൻകോവിൽ, പമ്പ ഇങ്ങനെയുള്ള നദികളിലൂടെ എത്തിച്ചേരുന്ന ജലം ഈ പ്രദേശത്തെ താഴ്ന്ന ഭാഗങ്ങളിലും കനാലുകളിലും വന്നു ചേരും. അത് വിവിധ പൊഴി അഴിമുഖങ്ങൾ വഴിയാണ് വേലിയിറക്ക സമയത്ത് കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേക്ക് തൊട്ടു മുൻപാണ് പമ്പാ നദിയുമായി മറ്റ് ചെറിയ നദികൾ ഒരുമിച്ച് ചേരുന്നത്. എല്ലാ കാലത്തും അല്ലെങ്കിൽ എല്ലാ മഴക്കാലത്തും ആലപ്പുഴ ജില്ലയിലുള്ള ജനങ്ങൾ
വലിയ ദുരിതങ്ങളാണ് അനുഭവിക്കാറുള്ളത്. ആ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ എല്ലാ കാലത്തും അതത് കാലത്തെ സർക്കാരുകൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2018 പ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയമായി തിമിർത്താടിയപ്പോൾ നമ്മുടെ നാട് വല്ലാത്ത ദുരിതത്തിലാണ് അകപ്പെട്ടത്. ആ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതായ സാഹചര്യമുണ്ടായി. അതിനെ നിർബന്ധിതമാക്കുന്ന അവസ്ഥയും പൊതുവേ ഉണ്ടായി. ആ പ്രളയത്തിൽ പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമുണ്ടായ പ്രത്യേക സാഹചര്യം ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. നദികളിലൂടെയുള്ള പ്രളയജലം കടലിലേക്ക് ഒഴുകിപ്പോകണമല്ലോ. ആ കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ള തടസ്സം, അതാണ് ഈ രണ്ട് ജില്ലകളിലും ആ ഘട്ടത്തിലുണ്ടാക്കിയ വലിയ ദുരിതങ്ങൾക്ക് വഴിവെച്ചത്. അപ്പോൾ ഇത് പരിഹരിക്കുക എന്നത് സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയായി തന്നെ വന്നു. കാരണം കടലിലേക്ക് വെള്ളം പോകണം, ആ പോകുന്ന വഴിക്ക് തടസ്സമുണ്ട്, ആ തടസ്സം നീക്കുക, അതാണ് വേണ്ടത്. 2018 സെപ്റ്റംബറിൽ ലോകബാങ്കും ADBയും തയ്യാറാക്കിയ ജോയിൻറ്റ് റാപ്പിഡ് നീഡ്സ് അസസ്മെൻറ്റ് റിപ്പോർട്ടിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ കപ്പാസിറ്റി കുറവ് കുട്ടനാട് ഭാഗത്തെ പ്രളയത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാനിടയായി എന്ന് റിപ്പോർട്ട് ചെയ്തു. ആ സ്പിൽവേയിലൂടെ ചെറിയ തോതിൽ മാത്രമേ വെള്ളം ഒഴുകിപ്പോവുകയുള്ളൂ. അതാണ് ഇങ്ങോട്ടുള്ള വെള്ളപ്പൊക്കത്തിന് വലിയ തോതിൽ വഴിവെച്ചത് എന്നതാണ് ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേയിലും തണ്ണീർമുക്കം ബാരേജിലെയും പുറത്തേക്കുള്ള ജലമൊഴുക്ക് ഉയർന്ന സമ്മർദ്ദത്തിൽ ഇവിടേക്കെത്തുന്ന ജലത്തെ കടലിലേക്ക് വിടാൻ പര്യാപ്തമല്ല എന്ന കണ്ടെത്തലും ആ റിപ്പോർട്ടിലുണ്ടായി. അപ്പോൾ ഇതിനിടയാക്കിയിട്ടുള്ളത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ അധിക മണലാണ്. ആ അധിക മണൽ നീക്കം ചെയ്യണം. ആ നീക്കം ചെയ്യണമെന്ന് നേരത്തെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരുകൾ കണ്ടിട്ടുള്ള കാര്യമാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ 2012 കാലം ഓർമ്മയുണ്ടല്ലോ. 2011 മുതൽ 2016 വരെ കേരളത്തിൽ UDF ഗവൺമെൻറ് കാലമായിരുന്നല്ലോ. ആ 2012 ഈ മണൽ നീക്കം ചെയ്യാനുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങി എന്നതും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. പക്ഷേ സാധാരണ അത്തരം കാര്യങ്ങളിൽ പിന്നെ ശ്രദ്ധിക്കാത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു അത് എന്നുള്ളത് കൊണ്ട് തുടർ നടപടി വേണ്ട രീതിയിൽ ഫലപ്രദമായി ഉണ്ടായില്ല എന്നതാണ് അനുഭവം. നദികളിൽ നിന്നുള്ള ജലം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിന് ഈ അടിഞ്ഞുകൂടിയ മണലാണ് തടസ്സമായി വരുന്നത്. അപ്പോൾ അത് നീക്കം ചെയ്യുക എന്നത് പ്രധാനമാണ്. 2012 തന്നെ
ചെന്നൈ IIT-യുടെ പഠനം നടന്നിരുന്നു. ആ പഠനത്തിൽ ചെന്നൈ IIT പറഞ്ഞത് ഈ മണൽ നീക്കം ചെയ്തില്ലെങ്കിൽ കുട്ടനാട്ടിൽ വൻതോതിൽ പ്രളയ ഭീഷണി ഉണ്ടാകുമെന്നാണ്. അതായത് വേണ്ടത്ര മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇതുമായി പഠിച്ച് റിപ്പോർട്ടായി സർക്കാരിന് ലഭിച്ചിരുന്നു. നീക്കം ചെയ്യുന്ന മണൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ IREL-നോ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KMML-നോ ആണ് നിരക്ക് നിശ്ചയിച്ച് നൽകിയത് എന്നതും പ്രസക്തമാണ്. ഇതെല്ലാം 2011-16 കാലത്ത് UDF സർക്കാർ തന്നെ സ്വീകരിച്ച നടപടികളാണ്. തോട്ടപ്പള്ളി സ്പിൽവേയുടെയും ലീഡിംഗ് ചാനലിൻ്റെയും നവീകരണത്തിൻ്റെ ഭാഗമായി പൊഴിമുഖത്ത് അടിഞ്ഞ മണ്ണ് നീക്കം ചെയ്യേണ്ടതാണെന്നും വീതിയും ആഴവും കൂട്ടേണ്ടതാണെന്നും ഈ ചാനലിൻ്റെ വീതി കൂട്ടണമെന്നുമാണ് ഇതിനുള്ള പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിലും ജലസേചന മന്ത്രി തലത്തിലും മുഖ്യമന്ത്രി തലത്തിലുമെല്ലാം യോഗങ്ങൾ നടന്നിട്ടുണ്ട്. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിന് ശേഷം 2018 ഒക്ടോബർ 27 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജലസേചന മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ 300 മീറ്റർ വീതിയുണ്ടായിരുന്ന അഴിമുഖം 300 മീറ്റർ വീതിയായിരുന്നു അഴിമുഖത്തിനുണ്ടായിരുന്നു. അത് നിലവിൽ 100 മീറ്റർ മാത്രമാണ് വീതി. 1/3. ബാക്കിയുള്ള ഭാഗം കടലിൽ നിന്നുള്ള മണ്ണടിഞ്ഞ് നികത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അഴിമുഖത്തെ മണൽ നീക്കി വീതി കൂട്ടൽ അനിവാര്യമാണ്. ഈ മണലടിഞ്ഞ് ഒരു കര പോലെ രൂപം കൊണ്ടപ്പോൾ ആ മണൽ നീക്കം ചെയ്യുകയായിരുന്നു വേണ്ടത്. പക്ഷേ ആ മണലടിഞ്ഞ് കര പോലെയായപ്പോൾ അവിടെ നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രി മരം നട്ടു വളർത്താണ് നടപടിയെടുത്തത്. അതിൻ്റെ ഭാഗമായി അവിടെ വളർന്ന മരങ്ങൾ അത് അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതാണ് എന്ന് അതിൽ പങ്കെടുത്ത അനുഭവജ്ഞാനമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശമുണ്ടായി. അതോടൊപ്പം വെള്ളപ്പൊക്ക നിവാരണത്തിന് കുട്ടനാട്ടിലെ അവശേഷിക്കുന്ന പാടശേഖരങ്ങളുടെ പുറംബണ്ടുകളുടെ നവീകരണം, നീരൊഴുക്ക് ഇതെല്ലാം സുഗമമാക്കാനായി കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഉള്ള റോഡുകളുടെയും ചാനലുകളുടെയും നവീകരണം തുടങ്ങിയ വിഷയങ്ങളും ആ യോഗത്തിൽ ഉയർന്നു വന്നു. കുട്ടനാട്ടിലെ തദ്ദേശ സ്ഥാപനങ്ങൾ നിർമ്മിച്ച പാലങ്ങളുണ്ട്, അനുബന്ധ നിർമ്മിതികളുണ്ട്. ഇത് ചിലത് നീരൊഴുക്കിനും ഗതാഗതത്തിനും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അവയുടെ വീതിയും ഉയരവും കൂട്ടി നിർമ്മിക്കണം എന്ന അഭിപ്രായവും ആ യോഗത്തിൽ ഉയർന്നു വരികയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് കുട്ടനാട് വെള്ളപ്പൊക്കത്തിന് പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ
വിദേശ സഹായത്തോടെ ചെയ്യേണ്ട പ്രവൃത്തികളും സംസ്ഥാനം ഏറ്റെടുക്കേണ്ട പ്രവൃത്തികളും പരിശോധിച്ച് നടപടിയെടുക്കാൻ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിനെ ചുമതലപ്പെടുത്തുന്നതിന് തീരുമാനിച്ചത്. ഇവിടെ AC കനാലിൽ ഭാവിയിൽ യാതൊരുവിധ കയ്യേറ്റവും അനുവദിക്കാൻ പാടില്ല. ഇത് ഉറപ്പുവരുത്താൻ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തുന്ന നിലയുണ്ടായി. AC കനാലിൻ്റെ 2-3 റീച്ചുകൾ പണി ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ഉന്നതതല പഠനം നടത്താനും തീരുമാനിക്കുകയുണ്ടായി. കുട്ടനാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്ക ജലനിർഗമനം സുഗമമാക്കാൻ കുട്ടനാട്ടിലെ ചെറിയ കനാലുകളിലെ മണ്ണ് നീക്കം ചെയ്ത് ആഴം കൂട്ടുവാൻ തീരുമാനിച്ചു. കുട്ടനാടിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ജിയോസ്പേഷ്യൽ മാപ്പിംഗ് നടത്തുന്നത് പരിശോധിക്കാൻ ജില്ലാ കലക്ടറെയും കുട്ടനാട് പാക്കേജിൻ്റെ ചീഫ് എഞ്ചിനീയറെയും ചുമതലപ്പെടുത്തി. തോട്ടപ്പള്ളി സ്പിൽവേയുടെ അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽത്തിട്ടയിൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി വെച്ചുപിടിപ്പിച്ച കാറ്റാടി മരങ്ങൾ മുറിച്ചു മാറ്റാൻ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇതിനായി വനം, ജലസേചനം ഈ വകുപ്പുകളെ ചുമതലപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിലെ റോഡുകളും ചാനലുകളും പുഴകളും ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ജലവകുപ്പിൻ്റെ അനുമതി വാങ്ങണമെന്നും തീരുമാനമുണ്ടായി. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ്. ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള വാർത്തകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തുള്ള കോടതിയിൽ പോയി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ നോക്കി. അവിടെ പരാജയപ്പെട്ടപ്പോൾ കോടതിയിൽ പറഞ്ഞ വാദങ്ങളുമായി ചിലർ പത്രസമ്മേളനം നടത്തുകയാണ്. അതിന് വലിയ തോതിൽ പ്രാധാന്യം കൊടുത്ത് വാർത്തയാക്കുന്ന രീതി ചില മാധ്യമങ്ങൾ ബോധപൂർവം സ്വീകരിക്കുകയാണ്. കുട്ടനാട്ടിലെയും ആലപ്പുഴയിലെയും പത്തനംതിട്ട ജില്ലയിലെയും ജനങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് ഒഴിവാകരുത് എന്ന ദുഷ്ടലാക്ക് ഇവർക്കുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടതാണ്. ഈ ആലപ്പുഴ ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ വന്നിട്ടുള്ള മാറ്റം അതുകൂടി കണക്കുകൾ വ്യക്തമാക്കുന്നതുകൊണ്ട് അതും പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത്. 2018 മഹാപ്രളയത്തിൽ ഇവിടെ 710 ക്യാമ്പുകളായിരുന്നു. അതിൽ 76,610 കുടുംബങ്ങളാണ് ഉണ്ടായത്. ആകെ ക്യാമ്പുകളിൽ ഉണ്ടായവർ 4,17,762 പേരായിരുന്നു. 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി. ആ ഘട്ടത്തിൽ 126 ക്യാമ്പുകളാണ്. ആളുകൾ 1,25,057. 2020 ക്യാമ്പ് 118. ആളുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു, 8,375. 2021 ക്യാമ്പുകൾ 159. ആളുകൾ 18,271. 2022 കഴിഞ്ഞ വർഷം ഇവിടെ ക്യാമ്പുകൾ 49.
ആളുകൾ 2110. നമ്മുടെ മണൽ നീക്കം ചെയ്തപ്പോഴുള്ള ഗുണം എത്രത്തോളം എന്നതാണ് ഈ കണക്ക് കാണിക്കുന്നത്. നേരത്തെ ലക്ഷത്തിലധികമാണെങ്കിൽ 2021 2020 10,000-ൽ താഴെ 8,375, 21 18,271 ആള്, 22 2,110 ആള്. ഇത്രയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വന്നത്. അപ്പോൾ നല്ല മാറ്റം ഈ പ്രവൃത്തിയിലൂടെ ഉണ്ടായിരിക്കുന്നതെന്താണ് കാണേണ്ടത്. ഇത് നടക്കരുത്, ഈ പ്രവൃത്തി തടസ്സപ്പെടണം എന്നതാണ് ഇവരുടെ മനസ്സിലുള്ളത്. അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തിയതാണ്. പക്ഷേ നേരത്തെയുള്ളതിൽ നിന്ന് ഉള്ള വ്യത്യാസം തീരുമാനിച്ച കാര്യം നടപ്പാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ഒരു പ്രവർത്തന ശൈലി. ഏതെങ്കിലും പ്രത്യേക താല്പര്യം വെച്ച് അതിനെ എതിർക്കാൻ പുറപ്പെട്ടാൽ ആ എതിർപ്പിന് വഴങ്ങിക്കൊടുക്കാൻ സർക്കാർ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ സ്പിൽവേയുടെ മണൽ നീക്കം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. ഇനിയും അത് തുടരേണ്ടതുണ്ട്. കൂടുതൽ വീതി കൂട്ടേണ്ടതുണ്ട്, ആഴം കൂട്ടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള മറ്റ് നടപടികൾ തുടരേണ്ടതുമുണ്ട്. ഇതെല്ലാം ഇന്ന് ഒരു വാർത്തയായി പല മാധ്യമങ്ങളും കൊടുത്തതുകൊണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ തോട്ടപ്പള്ളി സ്പിൽവേ വരിക. അതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കി എന്നേ ഉള്ളൂ. ഇതാണ് UDF സ്വീകരിക്കുന്ന രീതി. ഏത് തെറ്റായ കാര്യവും എടുത്തമ്മാനമാടാൻ അവർ തയ്യാറാണ്. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, LDF സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപിക്കണം. പക്ഷേ വസ്തുതാപരമായ ആക്ഷേപമല്ലാത്തതുകൊണ്ട് ജനങ്ങളിലേക്ക് അത് എത്തുന്നില്ല. ഇപ്പോൾ സർക്കാരിനെ ആക്ഷേപിക്കുക എന്നുള്ളതിന് പകരം കേരളത്തിന് മൊത്തമായി എതിരായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. കേരള വിരുദ്ധ മനസ്സ് രൂപം കൊണ്ടിരിക്കുന്നു. കേരള വിരുദ്ധ മനസ്സോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്നത്. ആ BJPയുടെ മനസ്സിനോടൊപ്പം ചേർന്നാണ് കോൺഗ്രസ് നിൽക്കുന്നത്. രണ്ടിനും കേരള വിരുദ്ധമായ മനസ്സുണ്ടായിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി നമ്മുടെ നാടിൻ്റെ ഭാവി, ജനങ്ങളുടെ ഭാവി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി പ്രധാനമാണെന്ന് കണ്ടുകൊണ്ട് പതിനായിരങ്ങളാണ് ഈ പരിപാടിയുടെ ഭാഗമായി ഒഴുകിയെത്തുന്നത്. ആ പതിനായിരങ്ങൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായ സന്ദേശം നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട്. ഇതാണ് ആ സന്ദേശം. അതിനെ നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.